ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ മാന്നാർ 3 കാര്യത്താൽ പ്രസിദ്ധമാണ്. 1 പരുമലപ്പള്ളി തിരുമേനിയുടെ പെരുന്നാൾ, 2 തൃക്കോരട്ടി മഹാദേവൻ്റെ മഹാശിവരാത്രി, പിന്നെ പരുമല മുസ്ലിം പള്ളി പെരുന്നാളും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പരുമലപ്പള്ളി പെരുന്നാൾ കൂടാനാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് അടുക്കാറായപ്പോഴത്തേക്കിനും ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നു. അവിടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിറച്ചും കടകളായിരുന്നു. കടകൾ മാത്രമല്ല, ഫുഡ് ഐറ്റംസും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് പള്ളിയുടെ മെയിൻ എൻട്രൻസ്. ഇവിടുത്തെ ലൈറ്റ്നിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇവർ കുട വെച്ചായിരുന്നു ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം ഇവർ ലൈറ്റ് വെച്ച് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് മെയിൻ എൻട്രൻസിൽ കൂടെ കയറുവാണ്. മെയിൻ എൻട്രൻസ് എന്ന് പറയാൻ കാരണം ഇവിടെ പള്ളിക്കകത്ത് കയറാൻ വേറെ എൻട്രൻസ് ഉണ്ട്. അങ്ങനെ അപ്പുറവും ഇപ്പുറമൊക്കെ ഓരോ ഭാഗത്തും ഓരോ രീതിയിൽ ലൈറ്റ്നിങ് ആയിരുന്നു. വേറെ വേറെ വ്യത്യസ്ത ലൈറ്റ്നിങ് ആയിരുന്നു. ഇപ്പം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും ഒക്കെ ഷേപ്പിൽ അവർ ലൈറ്റ്നിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീലുനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അകത്ത് കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അകത്ത് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അകത്ത് കയറി ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്നിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നല്ല രസമായിരുന്നു. പല രീതിയിൽ ലൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് പള്ളി കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് കടകളും ഒക്കെ കാണാമെന്ന് വെച്ച്. അങ്ങനെ പതിവ് പോലെ ഇവിടെ വന്ന് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചു. നീലും മെഴുകുതിരി കൈ പിടിച്ചിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഞങ്ങൾ കളിപ്പാട്ടക്കടയുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നു. അവിടെ നീലു നിന്ന് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അവസാനം അവൾക്ക് കളിപ്പാട്ടവും മേടിച്ചു കൊടുത്തു. ഞങ്ങൾ പിന്നെ അല്ലാതെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറി. അങ്ങനെ നമ്മളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഈ ചേട്ടൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കളിക്കാൻ കഴിയും. അതിൽ 7 റിംഗ് സംതിങ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോന്ന് ഇറങ്ങി കളിക്കുമായിരുന്നു. അമ്മയ്ക്കാണ് കൂടുതലും കളിക്കാൻ കൊടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കുമ്പോൾ അമ്മ മിക്കപ്പോഴും എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊണ്ടേ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വിട്ടു. രാത്രി 1 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പക്ഷേ എങ്കിൽ പോലും അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അവിടെ ആ 1 മണിക്ക് പോലും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടാറ്റാ.